ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മക്കൾസൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്ന് അവരുടെ ചായക്കുടിയും കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 5:30 ആയപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് ഇരുന്ന് പഠിക്കാൻ കേട്ടോ. ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത് കണ്ടാൽ തോന്നും അവർ രണ്ടുപേരും നല്ല പഠിപ്പിസ്റ്റാണെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. എൻ്റെ അടുത്ത് വഴക്കൊക്കെ കേട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും കളിച്ചാൽ മതിയാവേ ഇല്ല. ഞങ്ങൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് പഠിക്കാൻ വെച്ചെന്ന് പറയും. അപ്പം ഞാൻ സമ്മതിക്കൂല കേട്ടോ. സ്കൂളത്തെയും മദ്രസത്തെയും കൂടെ പഠിക്കാനുണ്ടാവുമ്പോൾ രണ്ടും കൂടെ കഴിയൂല. അവരാണെങ്കിൽ നേരത്തെ കിടന്നുറങ്ങും ചെയ്യും. അപ്പോൾ മഗ്‌രിബ് നിസ്കരിക്കുന്നതിന് മുന്നേ മദ്രസത്തെ പഠിച്ചു കഴിഞ്ഞാൽ സ്കൂളത്തെ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ. രാത്രിക്കുള്ള ചോറൊക്കെ തീമട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കറിക്കുള്ളത് ചെറി വന്നിട്ട് വേണം, ചെറി പണി കയറി വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലിയക്കുട്ടി ഈ ടൈമിലൊക്കെ ഉറങ്ങുകയാണ് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചെറി പണി കയറി വന്നു കേട്ടോ. മുട്ട ബജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു കേട്ടോ. 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചതായിരുന്നു. ബജി കണ്ടപ്പോൾ ഒരിട്ടം കൂടെ കുടിച്ചു കേട്ടോ. എന്നും ഇതുപോലെ തന്നെയാണ്, പണി കയറി വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും. അപ്പോൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കും. ചിക്കൻ പാർട്സാണ് ഇന്ന് കറി വെക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇതൊന്ന് കറി വെക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ലിവറൊക്കെ ഞാൻ നല്ലോണം കഴിക്കൂട്ടോ. ചിക്കനൊക്കെ കൊണ്ടുവന്നാൽ ഞാൻ തന്നെയാണ് ലിവറൊക്കെ കഴിക്കാറ് കേട്ടോ. കുട്ടികൾക്കും കൂടിയും കൊടുക്കലില്ല കേട്ടോ. പിന്നെ കുറച്ച് മുരിങ്ങയുടെ ഇല കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിക്കണം. ചെറിയ പണിസ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ്. ഉമ്മ അതിൻ്റെ ഇലയൊക്കെ ഊരിത്തരുന്നുണ്ട്. ഇന്ന് മുരിങ്ങ താളിപ്പും നമ്മുടെ ചിക്കൻ പാർട്സ് കറിയാണ് കേട്ടോ. അത് വെള്ളമൊന്നും അധികം ഇല്ലാതെ വെക്കണം. അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്നൊരു വിരുന്നുകാരി ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ കാണുന്ന പൂച്ചയാണ് കേട്ടോ വിരുന്നുകാരി. എന്ന് ഈ വിറകും പെരയുടെ താഴെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. മീൻ കൊണ്ടുവരുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഞാൻ തലയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇന്ന് മീനില്ലാത്തതുകൊണ്ട് കറിയിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് ചോറിൽ കുഴച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നേരമായി എന്നെ കാത്തിരിക്കണ്. അപ്പോൾ കറി ആവാതെ എങ്ങനെയാണ് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് നിൽക്കായിരുന്നു കേട്ടോ. കറി ആയപ്പം അവൾക്ക് ആദ്യം കൊടുത്തേ. പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ചോറൊക്കെ കഴിച്ചു കേട്ടോ. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അടുക്കളയൊക്കെ ക്ലീൻ ആക്കി ഇടാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്തു. അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനിട്ടാണ് കേട്ടോ. നിങ്ങളതും കൂടെ കാണിച്ചിട്ട് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് പച്ചരി വെള്ളത്തിലിടണം കേട്ടോ. രാവിലെ ചായക്കടിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചീയപ്പോ അല്ലെങ്കിൽ ഓട്ടട ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. ഇനി അതൊക്കെ എന്താണെന്നുള്ളത് രാവിലെ എണീറ്റിട്ട് അപ്പത്തെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ. എനിക്ക് എന്താണോ തോന്നുന്നത് അപ്പോൾ അതങ്ങോട്ട് ഉണ്ടാക്കും കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ പൂച്ച പോയിട്ടില്ല കേട്ടോ. അവൾക്ക് കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവൾ വറുകും പെരയുടെ മുകളിലോ താഴെയൊക്കെ ആയിട്ട് അവൾ കിടക്കും കേട്ടോ. നമ്മുടെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് വാതിലൊക്കെ അടിച്ച് പോയാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്